ആസ് പെർ UGC നോംസ് അതായിരിക്കും നമ്മൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഫാർമസി എക്സാം അറ്റൻഡ് ചെയ്ത പലർക്കും കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ഹാൾ ടിക്കറ്റിൻ്റെ വലതുവശത്തായി ടോപ്പിൽ സാലറി പേ സ്കെയിൽ വരുന്ന സ്ഥലത്ത് ആസ് പെർ UGC നോംസ് എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആസ് പെർ UGC നോംസ്? ഇത് ബേസിക് പേ മാത്രമാണോ? ഇപ്പോൾ പല യൂട്യൂബ് വീഡിയോസിലും ക്ലെയിം ചെയ്യുന്ന പോലെ 1 lakh എബോവ് സാലറി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലഭിക്കുമോ? ഇത്തരത്തിലുള്ള പല സംശയത്തിനൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ. ആസ് പെർ UGC നോംസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനാണ് നമ്മുടെ ഫാർമസി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്പെക്ട് ചെയ്യുന്നതും കോഴ്സസിന് അപ്രൂവൽ കൊടുക്കുന്നതും. മാത്രമല്ല നമ്മുടെ ഫാക്കൽറ്റിയുടെ സാലറി ഡിസൈഡ് ചെയ്യുന്നത് പോലും ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനാണ്. അപ്പോൾ അവരുടെ ഡിസിഷൻ പ്രകാരം ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ അക്കാദമിക് ലെവൽ 10 ആണ്. സോ ലെവൽസ് അനുസരിച്ചിട്ടാണ് എപ്പോഴും സാലറി ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ലെവൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫാർമസിയുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 57,700 ആണ്. അപ്പോൾ ഈ 57,700 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാമല്ലേ, അക്കാദമിക് ലെവൽ 10ൽ എൻട്രി പേ വരുന്നത് 57,700 ആണ്. പക്ഷേ ഈ 57,700 എന്ന് പറയുന്നത് ബേസിക് പേ മാത്രമാണ്. അപ്പോൾ ബേസിക് പേ ആണ് എപ്പോഴും 57,700. അതിൽ പിന്നെ പേ ബാൻഡ് വരുന്നുണ്ട്, ഗ്രേഡ് പേ, റാഷണലൈസേഷൻ ഇൻഡെക്സ്. ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വൈസ് വെച്ചിട്ടാണ് ലാസ്റ്റ് 57,700 ബേസിക് പേ ആയി വരുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ HRA, DA എന്നിവ ചേർക്കുമ്പോൾ നമുക്ക് എമൗണ്ടിലൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ബേസിക് പേ 57,600 ആണ്. അതിൻ്റെ ഒപ്പം DA 35% കൂട്ടുമ്പോൾ നമുക്ക് 20,160 വരുന്നുണ്ട്. ഇനി ഹൗസ് റെൻ്റ് അലവൻസ് നമ്മുടെ കേരള സർക്കാർ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് 10%, 8%, 6%, 4% അങ്ങനെയാണ്. നമുക്കൊരു ആവറേജ് 6% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ HRA വരുന്നത് 3,456 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ സാലറി വരുന്നത് 81,216 റുപ്പീസാണ്. ആഫ്റ്റർ പെൻഷൻ റിഡക്ഷൻ അതിൻ്റെ മെഡിസെപ്പ് പ്രീമിയം ഇതെല്ലാം കുറച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻഹാൻസ് സാലറി വരുന്നത് 73,094 റുപ്പീസാണ്. ഇനിയൊരു കൗതുകപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫാർമസി സാലറി നമ്മൾ കണ്ടു 81,000. ഇതും സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റിൻ്റെ സാലറിയും തമ്മിൽ 10,000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പറയുമ്പോൾ നമുക്ക് അറിയാം ഭാരിച്ച ഉത്തരവാദിത്വമാണ്, റിസർച്ച് വർക്ക്സ് എല്ലാം ഉണ്ടായിരിക്കും. അതിന് അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റിന് വർക്ക് ലോഡ് കുറവായിരിക്കും. എന്നാലും ഇത് തമ്മിലാകെ 10,000 റുപ്പീസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റിൻ്റെ സാലറി ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ആദ്യമേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർക്ക് നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു.